ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്പം അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ മുൻ വീഡിയോകളിൽ തന്നു കഴിഞ്ഞു. ജൂണിൽ എത്താനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഓഗസ്റ്റിലേക്ക് എന്താണേലും അത് അതിൻ്റെ വഴിക്ക് നടന്നുകൊള്ളട്ടെ. അപ്പം നമുക്ക് സീസൺ 7 എന്താണേലും കൺഫേം ചെയ്ത സ്ഥിതിക്ക് നമ്മുടെ സീസൺ 7ലേക്കുള്ള കണ്ടസ്റ്റൻസിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പരന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പം നമ്മുടെ കയ്യിലും കുറച്ച് ലിസ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പം പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരിക്കലും 100% കൺഫേംഡ് ആയവരല്ല. കഴിഞ്ഞ സീസണിൽ വിളിച്ചവരും ഈ സീസണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ നിലവിൽ കുറച്ച് കോൺട്രാവേഴ്സികളിലൊക്കെ ഏർപ്പെട്ടവരും സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങിൽ വന്നവരും ഒക്കെയാണ് ബിഗ് ബോസിൻ്റെ അടുത്ത സമയങ്ങളിലേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ സീസണും കഴിഞ്ഞത് മുതൽ കുറേ സോഷ്യൽ മീഡിയ ഹൈപ്പ് ഉണ്ടാക്കിയ കുറേ ആൾക്കാർ വ്യക്തികളൊക്കെ ആയിരിക്കും ബിഗ് ബോസിലേക്ക് എത്താൻ സാധ്യതകളും ബിഗ് ബോസ് കോൺടാക്റ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പം നമുക്ക് നോക്കാം, കുറച്ച് പേരുടെ പേരുകൾ കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ തന്നെ സീരിയൽ ഫാമിലിയിൽ നിന്നും അരുൺ ഒളിമ്പ്യനാണ്. കഴിഞ്ഞ സീസണിലും അരുണിൻ്റെ പേര് കേട്ടിരുന്നു, എന്നാൽ ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്തോ പിന്നീട് കണ്ടില്ല. എന്താണേലും ഈ ഒരു സീസണിലും അരുൺ ഒളിമ്പ്യൻ്റെ പേര് പറയുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പറയുന്നത് ഈ ഒരു സീസണിലേക്ക് നമ്മുടെ സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറായിട്ടുള്ള ഡിൻസിൽ എം ഇക്ബാലിൻ്റെ പേരാണ്. കഴിഞ്ഞ ഒരു സീസണിലും ഡിൻസിൻ്റെ പേരുണ്ടായിരുന്നു. അത്യാവശ്യം സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് കോൺട്രാവേഴ്സികളൊക്കെ കണ്ടൻറ് ക്രിയേഷനിൽ കൊണ്ടുവരുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഡിൻസിൽ. അപ്പോൾ ഡിൻസിൻ്റെ പേരും പറയപ്പെടുന്നുണ്ട്. അടുത്തതായിട്ട് ഓൺലൈൻ മീഡിയയിലൊക്കെ ആങ്കറായിട്ടുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള റോഹൻ ലോണയാണ്. കഴിഞ്ഞ സീസണിലും ഈ ഒരു വ്യക്തിയുടെ പേര് പറയപ്പെട്ടിരുന്നു, എന്നാൽ പിന്നീട് അങ്ങോട്ട് കണ്ടില്ല. എന്താണേലും ഈ ഒരു സീസണിലും പറയുന്നുണ്ട്. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം പറയുക, എങ്ങനെയുണ്ട്, ആൾ വരാനുള്ള സാധ്യതകളുണ്ടോ എന്നൊക്കെ. അടുത്തത് സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററും അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേഷൻസ് വഴി കുറേ കോൺട്രാവേഴ്സികളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മല്ലു ഫാമിലിയിലെ സുജിൻ കൃഷ്ണയാണ്. സുജിൻ കൃഷ്ണയും ഈ ഒരു സീസണിൽ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. പല പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും സുജിൻ കൃഷ്ണയുടെ പേരും കാണുന്നുണ്ട്. അടുത്തത് ആങ്കറും സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലൊക്കെ കളിച്ചിട്ടുള്ള നമ്മുടെ ക്രിസ്റ്റി സെബാസ്റ്റിൻ്റെ പേരാണ്. ലാസ്റ്റ് സീസണിൽ അവസാനം വരെയും ക്രിസ്റ്റി സെബാസ്റ്റിൻ്റെ പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈൽഡ് കാർഡ് എൻട്രി വരുന്ന സമയത്തും ക്രിസ്റ്റി സെബാസ്റ്റിൻ്റെ പേരുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിലേക്ക് സീസൺ 6 എത്തുമെന്നൊക്കെ, എന്നാൽ സാധിച്ചില്ല. അപ്പോൾ ആ ഒരു എൻട്രി ചിലപ്പോൾ ഈ ഒരു സീസണിലേക്ക് ആയേക്കാനുള്ള സാധ്യതകളുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അടുത്തത് നിലവിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ട്രെൻഡിങ് ആയി നിൽക്കുന്ന, സോഷ്യൽ മീഡിയയിൽ കോൺട്രാവേഴ്സികളിലും ട്രെൻഡിങ് ആയിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ഹൈപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ദാസേഷൻ കോഴിക്കോട് അതുപോലെ തന്നെ രേണു സുധി, രണ്ടുപേരുടെ പേരും കേൾക്കുന്നുണ്ട്. രേണു സുധീൻ്റെ പേര് ഈ ഒരു സീസണിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ ഒരു റീലുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ട്രെൻഡിങ് ആയി നിൽക്കുന്നത് കൊണ്ട് രേണു സുധീൻ്റെ പേര് കേൾക്കുന്നുണ്ട്. ഈ ഒരു സീസണിലേക്ക് എത്തിയേക്കാം, സീസൺ 7ലേക്ക് വന്നേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മുൻ സീസണുകളിലൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പല ഇൻ്റർവ്യൂകളിലും ദാസേട്ടൻ കോഴിക്കോട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ വരാൻ താല്പര്യമുണ്ടെന്നൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സീസണിലേക്ക് എത്തുമോ എന്നതൊക്കെ. അടുത്തത് മുൻ സീസണുകളിലൊക്കെ കേട്ടുപരിചയമുള്ള ഒരു പേരാണ്. ബട്ട് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഈ ഒരാൾ ഈ ഒരു സീസണിലോ അല്ലെങ്കിൽ ഇനി വരും സീസണുകളിലോ വരുമോ എന്നതൊക്കെ. കാരണം അത്യാവശ്യം ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ളവരൊക്കെ ഈ ഒരു ബിഗ് ബോസിലേക്കൊക്കെ വരാനുള്ള സാധ്യതകൾ കുറവാണ്. ബട്ട് പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൊക്കെ വരുന്നുണ്ട്. സോഷ്യൽ ആക്ടിവിസ്റ്റും ഫെമിനിസ്റ്റും ടീച്ചറും ഒക്കെ ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കലാണ്. അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്താണെങ്കിലും നമുക്ക് നോക്കാം വരുമോ ഇല്ലയോ എന്നൊക്കെ. പിന്നീട് നമുക്ക് സീരിയൽ രംഗത്ത് നിന്നും പ്രിയങ്ക അനൂപ്, സരിത ബാലകൃഷ്ണൻ അതുപോലെ തന്നെ മായ കൃഷ്ണൻ, ഈ 3 പേരുകളാണ് ആക്ട്രസ് കാറ്റഗറിയിൽ. നമുക്ക് സീനിയർ ആക്ട്രസ് ആയിട്ട് പ്രിയങ്ക അനൂപ്, അതുപോലെ തന്നെ ആക്ട്രസ് കാറ്റഗറിയിൽ സരിത ബാലകൃഷ്ണൻ, മായ കൃഷ്ണ, ഇവരൊക്കെ കോമഡി ആക്ട്രസ് അതുപോലെ തന്നെ ആക്ട്രസ് പല സീരിയൽ രംഗത്തും ഉള്ള വ്യക്തികളാണ്. എന്താണെങ്കിലും നമുക്ക് നോക്കാം ഈ 3 പേരിൽ ആരെങ്കിലുമൊക്കെ ബിഗ് ബോസ് സീസൺ 7ലേക്ക് വരുമോ എന്നൊക്കെ. അതുപോലെ തന്നെ സീരിയൽ രംഗത്ത് നിന്ന് തന്നെ അല്ലെങ്കിൽ ഒരു സീനിയർ ആക്ട്രസ് കാറ്റഗറിയിൽ ബിഗ് ബോസ് സീസൺ 7ലേക്ക് വരാൻ സാധ്യതകൾ പറയുന്നൊരു വ്യക്തിയാണ് കന്യാ ഭാരതി. കഴിഞ്ഞ സീസണിലും അതിന് മുന്നിലത്തെ സീസണിലുമൊക്കെ കേട്ടിരുന്നു ബിഗ് ബോസിലേക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ. ഈ ഒരു സീസണിലും ഇപ്പം അടുത്തൊക്കെ കേൾക്കുന്നുണ്ട് കന്യാ ഭാരതി ബിഗ് ബോസിലേക്ക് എത്തുന്നു, കന്യാ ഭാരതിക്ക് കോള് ചെന്നിട്ടുണ്ട്, സീസൺ 7ലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഇൻഫോർമേഷൻസും ലഭിക്കുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കാം. അടുത്തത് നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള നോറ ആദില,
ഇവരാണ് ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7ലേക്ക് വരുന്നുവെന്ന് കേൾക്കുന്ന അത്യാവശ്യം സോഷ്യൽ മീഡിയകളൊക്കെ കോൺട്രവേഴ്സികളൊക്കെ ഉണ്ട്. ലാസ്റ്റ് സീസണിൽ ഇവർ എത്തുമെന്നൊക്കെയുള്ള അറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവരും ഒഫീഷ്യലി പറഞ്ഞിരുന്നു, ബിഗ് ബോസിൻ്റെ കോള് എത്തിയിട്ടുണ്ടായിരുന്നു, അവർക്ക് സാങ്കേതിക കാരണങ്ങളാൽ വരാൻ സാധിച്ചില്ല എന്നൊക്കെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം ഈ ഒരു സീസണിൽ അവരെത്തുമോ ഇല്ലയോ എന്നൊക്കെ. അടുത്തത് LGBTQ കാറ്റഗറിയിൽ നിന്ന് നമുക്ക് എത്തുന്നത് ജാസിയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം കണ്ടൻറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്നൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം വരുമോ ഇല്ലയോ എന്നൊക്കെ. അടുത്തത് മറീന മൈക്കിൾ. കഴിഞ്ഞ സീസണിലും കേട്ടിരുന്നു ഈ ഒരു പേര്. ആക്ട്രസ് ആണ്, യങ് ആക്ട്രസ് കാറ്റഗറിയിൽ ചിലപ്പോൾ ഈ ഒരു സീസണിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. നിലവിൽ സോഷ്യൽ മീഡിയകളിലൊന്നും അധികം ട്രെൻഡിങ്ങോ ഹൈപ്പോ കോൺട്രവേഴ്സികളോ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നതില്ലെങ്കിൽ പോലും മുൻ കാലഘട്ടങ്ങളിലേക്ക് വെച്ച് നോക്കിയിട്ട് ഒരവസരം കിട്ടിയേക്കാം, നമുക്ക് നോക്കാം. അടുത്തത് ഡോക്ടറും ഡാൻസറും ഒക്കെ ആയിട്ടുള്ള ജാനകി ഓംകുമാറാണ്. മുൻ സീസണുകളിലൊക്കെ കേട്ടിരുന്ന ഒരു പേരാണ്. കഴിഞ്ഞ സീസണിലും എത്തുമെന്ന് പറഞ്ഞിരുന്നു, ബട്ട് എത്തിയിട്ടില്ല. അപ്പം ഈ ഒരു സീസണിൻ്റെ സമയത്തധികം സോഷ്യൽ മീഡിയ ചർച്ചകളിലൊന്നും അല്ലെങ്കിൽ ഒരു ഹൈപ്പായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും കഴിഞ്ഞ സീസണുകളിലൊക്കെ ആ ഒരു ഡാൻസിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഹൈപ്പിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് ജാനകി ഓംകുമാർ. നമുക്ക് നോക്കാം ഈ ഒരു സീസണിലേക്ക് എത്തുമോ എന്ന്. അടുത്തത് ഓൺലൈൻ മീഡിയയിലൊക്കെ ആങ്കറായിട്ടുള്ള മസ്താനിയുടെ പേരാണ് കേൾക്കുന്നത്. സാധ്യതകൾ കാണുന്നുണ്ട് ഈ ഒരു സീസണിലേക്ക് എത്താനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്തത് ലൈഫ് സ്റ്റൈൽ ബ്ലോഗറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കണ്ടൻറ് ക്രിയേറ്ററും ഒക്കെ ആയിട്ടുള്ള പ്രണബ് കൊച്ചുവാണ്. ഈ അടുത്ത കാലത്ത് അത്യാവശ്യം ബ്രദറുമായിട്ടുള്ള കുറച്ച് കോൺട്രാവേഴ്സികളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കേട്ടിരുന്നു. അപ്പം ബിഗ് ബോസ് തുടങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ കോൺട്രാവേഴ്സികൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ സാധ്യതകൾ കാണുന്നത് കൊണ്ട് പ്രണവ് കൊച്ചു ഈ ഒരു സീസണിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. അടുത്തതൊരു മെൻ്റലിസ്റ്റ്, ഹിപ്നോട്ടിസ്റ്റ്, കൗൺസിലർ എന്നൊക്കെ പറയുന്ന അജ്മൽ എസ് ആണ്. അതായത് സോഷ്യൽ മീഡിയയിൽ പെട്രോക്സ് ബോയ് എന്നറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേറ്റർ, കോൺട്രാവേഴ്സികളിലൊക്കെ അത്യാവശ്യം ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. കഴിഞ്ഞ സീസണിൻ്റെ സമയത്ത് ദിയാസന എന്നിവർക്കെതിരെ കുറച്ച് കേസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ചർച്ചകളിലൊക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് നോക്കാം അജ്മൽ എസ് അല്ലെങ്കിൽ പെട്രോക്സ് ബോയ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സീസണിലേക്ക് എത്തുമോ എന്നൊക്കെ. അപ്പം ഇതാണ് നമ്മുടെ കയ്യിൽ നിലവിൽ ലഭിച്ചിരിക്കുന്ന കുറച്ച് പ്രഡിക്ഷൻ ലിസ്റ്റുകളിലുള്ളവർ. ഒന്ന് രണ്ട് പേരുടെ പേരുകൾ കൂടിയുണ്ട്. നമ്മുടെ വ്ളോഗറായിട്ടുള്ള അൽത്താഫ്, നൗഫൽ, ആങ്കറായിട്ടുള്ള നൗഫൽ, അതുപോലെ തന്നെ സിംഗറും വ്ളോഗറൊക്കെ ആയിട്ടുള്ള ഫൗസിയ. ഇവരുടെ ഫോട്ടോകളും കാര്യങ്ങളും ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത്. അവരുടെ പേരുകളും കൂടി കേൾക്കുന്നുണ്ട് ഈ ഒരു സീസണിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.